എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് കടക്കേണ്ടതുണ്ട്. ഇന്നലെ ഞായറാഴ്ചത്തെ എപ്പിസോഡാണ്. നമ്മൾ പ്രവചിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വിശദമായിട്ട് നമ്മൾക്ക് എപ്പിസോഡ് കാണുമ്പോഴല്ലേ അറിയുള്ളൂ. ആ എപ്പിസോഡ് കണ്ട വെച്ച് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം പോലും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വെച്ചിട്ട് നമ്മുടെ ഒന്ന് ലൈക്കൊന്ന് അടിക്കുക. ലൈക്കൊക്കെ നിങ്ങൾ നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം. കമൻറ്റും നന്നായി വരുന്നുണ്ട്. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. അതിൽ ഇന്നലെ ഇട്ട എപ്പിസോഡിൽ എനിക്ക് വിശദമായിട്ടൊന്ന് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഇന്നലെ ഇട്ട എപ്പിസോഡിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് എന്തായാലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർ, ഇത് കേൾക്കുന്നവർ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ബിഗ് ബോസിന് തന്തയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങളൊന്ന് കയറി ആ കമൻറ്റ് സെക്ഷനിലൊന്ന് വായിക്കുക. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം നിങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള അനുഭവസ്ഥനാണ് അദ്ദേഹം ഇട്ട ഒരു കമൻ്റ് ഉണ്ട്. അത് നിങ്ങളവിടെ വായിക്കുക. അത് അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, കമൻറ്റ് ഇടുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ അതിന് നമ്മൾ അതെടുത്ത് സംസാരിക്കുകയോ അതെടുത്ത് സ്ക്രീൻഷോട്ട് വയ്ക്കുകയോ ചെയ്താൽ നമുക്കറിയില്ല അതിൻ്റെ പൊരുൾ എന്താണ്, അതിൻ്റെ സത്യം എന്താണ്. അത് നമ്മൾ കണ്ടിട്ടില്ല, ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പല ഫേക്ക് അടിയുന്നതായിരിക്കും കമൻ്റ് ഇടുന്നത്. ലാസ്റ്റ് ആ കമൻറ്റിന് പിന്നാലെ പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മാത്രം ആ കമൻറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. ഹാഫിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ നമ്പറും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല, വേറെ മുൻപരിചയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് വേറൊരു വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അത് വെച്ച് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മൾ ഒരു യൂട്യൂബറാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സംസാരിക്കില്ല. പക്ഷെ നമ്മളെന്താ പറഞ്ഞാൽ ഒരു മത്സരാർത്ഥിയായിട്ട് അതിൽ വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരാളായിട്ടാണ് ഞാൻ വിളിക്കാറ്. വിളിക്കുമ്പോൾ ആൾ കഴിഞ്ഞ സീസണിലും വിളിച്ചു, അതിൻ്റെ മുമ്പിൽ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് ഇത് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോൾ വിളിച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത് ഇന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ ആൾക്ക് താല്പര്യമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഏത് നേരത്തെ എല്ലാവരും മീറ്റിങ്ങിലേക്ക് ആവും. എന്നാലും വിളിക്കുമ്പോൾ പറയും, ഞാനേ ഒരു മീറ്റിങ്ങിലാണ്, അടുത്ത പ്രാവശ്യം വിളിക്കാട്ടാന്ന് പറയും. കൂടുതൽ ഇംഗ്ലീഷ് ആൾ സംസാരിക്കുക, മലയാളം വളരെ കുറവാണ് സംസാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ സീസണിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ബിഗ് ബോസിലേക്ക് പോകാൻ എനിക്കൊന്ന് താല്പര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത് ആഫീസ്ക്ക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, ആ സമയമാകുമ്പോൾ എനിക്കൊരു പ്രൊഫൈൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പ്രൊഫൈല് ഒരു കാര്യം ചെയ്യും, ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു ആളുടെ നമ്പർ തരാം, അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. ഈ വീക്കെൻഡ് എപ്പിസോഡ് മാത്രമാണ് ഈ ആഫീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് മോഹൻലാലിൻ്റെ വന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തി ചെയ്ത ഒരു നാറിത്തരം, ഒരു ചെറ്റത്തരം തന്നെ ഞാൻ പറയാം. അതാണ് ഞാൻ ഈ ആഫീസിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള കാരണം. ഇയാൾ ഇന്നലെ ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ മോഹൻലാൽ ടാഗ് ഓഫ് ചെയ്തല്ലോ, ഫ്ലാഗ് ടാഗ് ഓഫ് ചെയ്തല്ലോ. ആ ടാഗ് ഓഫ് ചെയ്തതിൽ ഇന്നലെ ഒരു വലിയൊരു ഗെയിമാണ് നടന്നത്. ആ ഗെയിമിൽ ഇന്നലെ ജാസ്മിൻ വിന്നറായി. എങ്ങനെ വിന്നറായി? ജാസ്മിനെ വിന്നറാക്കി. ആര് വിന്നറാക്കി? ഈ ഹാഫീസ് വിന്നറാക്കി എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ആ ഒരു നട്ടിൻ്റെ മുകളിൽ നട്ട് വെച്ച്, അതിൻ്റെ മുകളിൽ നട്ട് വെച്ച്, അതിൻ്റെ മുകളിൽ നട്ട് വെച്ച് വേണമെന്നത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ജാസ്മിൻ്റെ ഭാഗത്തേക്ക് ക്യാമറ പോയിട്ടേ ഇല്ല. ജാസ്മിൻ ഒരു തലക്കിലാണ് നിൽക്കുന്നത്. അവിടേക്ക് ക്യാമറ പോയിട്ടുമില്ല. ഈ കളി തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ ജാസ്മിൻ ഈ വലയുടെ കൂടെ പോണതാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പിന്നാലെ പോയത് അർജുനാണ്. അപ്പോൾ ഈ ജാസ്മിൻ്റെ നട്ടുകൾ 2 കൈ കൊണ്ട് മൂപ്പരത് എടുത്തു വെച്ചു. 2 കൈ കൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ സുഖമാണ്. 2 കൈ കൊണ്ട് എടുത്തു വെച്ചൊന്നും മാത്രമല്ല, അപ്പോൾ മോഹൻലാൽ അവിടെ ഇരുന്ന് പറയുന്നത് ജാസ്മിൻ ഒരു കൈ മാത്രം ഉപയോഗിക്കൂ, ബിഗ് ബോസ് 2 പ്രാവശ്യം പറയുന്നുണ്ട് ജാസ്മിൻ ഒരു കൈ മാത്രം ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് പ്രമോയിൽ മാത്രമേ ഉള്ളൂ, എപ്പിസോഡിലില്ല. എപ്പിസോഡിൽ മോഹൻലാൽ പറയണതും ഇല്ല, അതും പ്രമോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രമോ ആദ്യം അടിച്ചു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എപ്പിസോഡ് നമ്മൾ കാണുന്നത്.
അപ്പോൾ പ്രമോയിൽ അത് വരികയും ചെയ്തു, എപ്പിസോഡിൽ അത് പറയുകയും ചെയ്തില്ല. അപ്പോൾ ഈ ജാസ്മിന് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്കിൽ അവൾ അൺഫെയിലറായിട്ടിരിക്കുന്ന ആളാണ്. അത് അവൾക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ പാടില്ല. അവൾ അതിൽ നിന്ന് ഔട്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ വായിച്ചു, നമ്മളെല്ലാവരും കേട്ടു. ആ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് 2 കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ സ്ഥാനമില്ല. എന്നിട്ട് പോലും ഇവളെ ജയിപ്പിച്ച് ഇവൾക്ക് അങ്ങോട്ട് അഭിനന്ദനങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. മോഹൻലാൽ ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ ഒരു പോയിന്റ് തന്നെ തട്ടിപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഫേവർ ചെയ്തിട്ട് ഇന്നലെ തട്ടിപ്പിലൂടെ, മത്തങ്ങയിലൂടെ, അതുപോലെ തന്നെ കൂടോത്രത്തിലൂടെ ജയിച്ചതാണ് ജാസ്മിൻ. ആ ജയത്തിന് യാതൊരു തിളക്കവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ആ ഒരു ജയം അംഗീകരിക്കില്ല. അതിൻ്റെ അവജ്ഞയോടെ എന്ന് പറഞ്ഞ് തുപ്പിക്കളയും. അത്ര വൃത്തികെട്ട കളി കളിച്ചിട്ടാണ് ഇന്നലെ ജയിച്ചത്. ഇവളൊരു ടാസ്കിലും ജയിക്കുന്ന ആളൊന്നല്ല. അവൾക്ക് ടാസ്ക് കളിക്കാനൊന്നും അറിയൊന്നുമില്ല. അവിടെ ടാസ്കിലൊക്കെ ഒരുവിധമൊക്കെ ജയിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ ചെയ്യാറുണ്ട്. ഫിസിക്കൽ ടാസ്ക് കളി വന്നു കഴിഞ്ഞാൽ ജിൻഡോ ചെയ്യാറുണ്ട്, ജിൻഡോ ജയിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇവളെല്ലാം നോക്കുകുത്തിന്, ഇവളെല്ലാ ടാസ്കിലും ഇവൾ നോക്കുകുത്തിയായിട്ടിരിക്കുക. പക്ഷേ ഇന്നലത്തേൽ ഇവളങ്ങോട്ട് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലിന് എന്താ സന്തോഷം. മോഹൻലാലിന് അപ്പം തന്നെ മൂപ്പര് ഭയങ്കര അഭിനന്ദനങ്ങൾ. ഇതിനു മുമ്പ് പല ആൾക്കാരും ജയിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അവിടെ വിന്നറായിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടും മൂപ്പർക്ക് അതിലൊന്നും വലിയ സന്തോഷം നമ്മൾ കണ്ടില്ല. ഇപ്പോൾ റോബിൻ തന്നെ ആ സീസണിൽ പുറത്ത് പോകുമ്പോൾ ഒന്നും നോക്കാനോ നല്ല വർത്തമാനം പറയാനോ ഒന്ന് ഹഗ് ചെയ്യാനോ മൂപ്പര് നിന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രജിത് കുമാർ പോകുമ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അത്രയധികം ഫാൻമെയിൽ ഉണ്ടായിരുന്ന വ്യക്തിന് അദ്ദേഹം പോകുമ്പോൾ വളരെ രൂക്ഷമായി നോക്കും, വളരെ വൃത്തികെട്ട രീതിയിൽ മൂപ്പരെ ബിഹേവ് ചെയ്തിട്ടാണ് വിട്ടത്. അതൊന്നും നമ്മൾ ജനങ്ങൾ മറന്നിട്ടില്ല അതൊന്നും. അപ്പോൾ മോഹൻലാലിന് ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ ഇന്നലെ ജയിച്ചതിന് ഇത്രയും വലിയൊരു ആഹ്ലാദം മോഹൻലാലിന് ഉണ്ടാവേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. ഒരു ടാസ്കിൽ ജയിച്ചു, അത് നേരിട്ട് ഫിനാലിയിലേക്ക് ചെന്നു, ഇത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ടാസ്ക് ജാസ്മിൻ വിൻ ചെയ്തതിൽ ഞാൻ അത്യാഹ്ലാദിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് എനിക്ക് അഭിനന്ദനങ്ങൾ ഞാൻ തരുന്നു. വാനോളം പോലത്തെ അവളൊന്നും അങ്ങനെ പോളത്തി വിടേണ്ട ആളൊന്നല്ല. മുമ്പ് തന്നെ ഈ ലാലേട്ടൻ ഒരൊറ്റ എപ്പിസോഡ് കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ലാലേട്ടന് അതിൽ നിന്ന് കാണാൻ നേരില്ല. മൂപ്പരോടെ വരുമ്പോൾ എന്തുണ്ടാവണം? ബിഗ് ബോസ് എന്താ ചെയ്യുന്നത്? ഒരു ഹെഡ്ഫോൺ ഇവിടെ വെച്ച് കൊടുക്കും ചേട്ടിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ഹെഡ്ഫോൺ കാണാം. ഈ സൈഡിൽ മൂപ്പരെ മൈക്ക്, ഈ സൈഡിൽ ഹെഡ്ഫോണാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ പരസ്യക്കാരെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ ഈ അവരെ പേരുകൾ അതിൻ്റെ മുമ്പിൽ വലിയൊരു LED TV ഉണ്ട്, അതിൽ തെളിയും. അത് നോക്കി മൂപ്പരോട് പറയും. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കുറച്ച് കാര്യങ്ങൾ പറയുന്നല്ലോ, വീട്ടിലേക്ക് പോകണ്, അപ്പം ഇന്ന കാര്യങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ആ സ്ക്രീനിൽ ഇങ്ങനെ വരും. അതൊക്കെ മൂപ്പര് നോക്കി വായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് അവിടെ ഇരുന്നിട്ട് ഡയറക്ഷൻ കൊടുക്കും. ഓരോ മത്സരാർത്ഥികളോടും ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അവിടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ മത്സരാർത്ഥിയോടും ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കി, ഇങ്ങനെ അഭിനന്ദിക്ക്, ഇന്ന ആളോട് ഇന്നത് ചോദിക്കി, ഇന്ന കളി അവിടെ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിക്കി. അപ്പം മോഹൻലാലിന് സ്ക്രിപ്റ്റ് പഠിക്കേണ്ട കാര്യമേ ഇല്ല, എല്ലാം ചെകിട്ടിലേക്ക് എത്തും. അപ്പോൾ മോഹൻലാൽ എപ്പിസോഡ് കാണണമെന്ന് പറയുന്നത് എന്തർത്ഥമുള്ള? ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ വെറും അതിലൊരു കളിപ്പാവാണ്. വരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഉടനടി മൂപ്പരെ പണി നോക്കി പോകുന്നു. അത്രയും മൂപ്പര് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഈ ഹാഫീസ് എന്ന് പറഞ്ഞ ഷോ ഡയറക്ടർ, പിന്നെ വീക്കെൻഡ് കഴിഞ്ഞിട്ട് ബാക്കി ഡയറക്റ്റ് ചെയ്യുന്ന ആ ഷോ ഡയറക്ടർ, ഇവർക്കിടെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വേറെ ആർക്കുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ മോഹൻലാലിനെ ഇതിൽ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും അഭിനന്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കപ്പ് കൊടുക്കണം. ആ കപ്പ് കൊടുക്കണതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഇന്നലെ മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജും ബിഗ് ബോസിൻ്റെ ബോഡി ലാംഗ്വേജും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്താക്കേണ്ട ആ ഒരു കളിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു വ്യക്തിക്ക് ഇത് കൊടുത്തു. അതുപോലെ തന്നെ ക്യാമറ 80 ക്യാമറയായാലും 30 ക്യാമറയായാലും ഒരു ക്യാമറ പോലും ഇവളൊരു നട്ടെടുത്ത് വയ്ക്കുന്നതോ ഒന്നും കാണിച്ചില്ല. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമോ മുമ്പ് അടിച്ചു വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എപ്പിസോഡ് എഡിറ്റ് ചെയ്തു. എപ്പിസോഡ് എഡിറ്റ് ചെയ്തപ്പോൾ മോഹൻലാൽ പറഞ്ഞു 2 കൈ ഉപയോഗിക്കല്ലേ, ബിഗ് ബോസും പറഞ്ഞു 2 കൈ ഉപയോഗിക്കല്ലേ. അത് പ്രമോയിൽ വന്നു, ഈ എപ്പിസോഡിൽ കാണുമ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ബിഗ് ബോസ് ഇവൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവളെ വിന്നറാക്കാൻ തന്നെയുള്ള എല്ലാ കാര്യങ്ങളാണ് പറയണത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇതിന് ഇറങ്ങുന്ന ആൾക്കാർ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ പോലെയുള്ള ഒരു വ്യക്തിക്ക് അവിടെ കപ്പ് കൊടുത്താൽ
ബിഗ് ബോസിൻ്റെ മുഖച്ഛായ നഷ്ടപ്പെടുന്ന പറയണത്. ജിൻഡോ ഒരു മന്ദബുദ്ധിയാണ്, ഒരു ഇതുമില്ല. കണ്ണില്ലാത്ത മാവുമിലേക്ക് മാങ്ങ എറിയുന്ന പോലെയാണ് മൂപ്പര സ്വഭാവം. അപ്പോൾ അതങ്ങനെ എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാങ്ങ വീണെങ്കിൽ അതിനെ പൊക്കി പിടിച്ച് കാണാനോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് കൊടുക്കാനോ ബിഗ് ബോസിന് തയ്യാറല്ല എന്നാണ് പറയണത്. ഇപ്പോൾ അത് ജാസ്മിൻ അവിടെ കളിക്കുന്ന കളികളെല്ലാം നമുക്കറിയാലോ. അവളിപ്പോൾ മാലാഖിയായിട്ടാണ് ഇരിക്കുന്നത്. അവളെല്ലാവരും മാലാഖി ആക്കി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അതിന് ഭയങ്കര സന്തോഷം. ഇന്നലെ അൻസിബയുടെ കാര്യം തന്നെ പറയാം നമ്മൾ. അൻസിബ ഇന്നലെ പുറത്തായിട്ട് പോണ സമയത്ത് ഇവളൊന്ന് തിരിഞ്ഞു നോക്കിയ, ഇവളൊന്ന് വന്നിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ഇവള് പിന്നിൽ നിന്നിട്ട് ചെറുക്കുക ചെയ്യുന്നത്, ആക്കി ചെറുക്കുക ചെയ്യുന്നത്. ഈ അൻസിബയുടെ അമ്മ വന്നപ്പോൾ ഈ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് നീ എത്ര ക്യൂട്ടാണ് മോളെ, നീയും എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ വെച്ചുള്ളതാണ്. ആ മോള് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വാക്ക്, ഇതൊരു ടാസ്ക് അല്ല. നിങ്ങളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നവരാണ്, പരിചയമുള്ള ആൾക്കാരാവാം, സുഹൃത്തുക്കളാവാം, എന്തും ആവാം. അപ്പോൾ ഇവളുടെ മനസ്സിൽ എത്രമാത്രം വിഷമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. അത് പോട്ടെ നിൽക്കാം, എല്ലാവരും അവിടെ നിന്ന് പോകേണ്ടവരാണ്, അത് ശരി. അതിന് ഇല്ലെങ്കിലും ആ ജിൻഡോനെ എന്തെല്ലാം വൃത്തികെട്ട ഭാഷകളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിറം ഇത്തിരി കറുപ്പാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെ ഇനി ആക്ഷേപിക്കാനായിട്ടുള്ള വാക്കുകളില്ല. കരിഞ്ഞ കന്യക, കറമ്പൻ, അതുപോലെ തന്നെ പട്ടിയുടെ ജന്മം, ഇതൊക്കെയാണ് ഈ പറയണത്. ഇതൊക്കെ ഒരാൾക്ക്, ഒരു പെണ്ണിന്, ഒരു മത്സരാർത്ഥിയോട് പറയാൻ പറ്റാവുന്ന വാക്കുകളാണ് ഇവിടെ ഇതൊക്കെ പറയണത്. ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ബിഗ് ബോസോ ലാലേട്ടനോ മിണ്ടില്ല. ലാലേട്ടൻ മിണ്ടാത്ത ലാലേട്ടന് സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല. ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാത്ത കാരണം ഇവിടെ എന്താ നടക്കുന്നത് ഏതാ നടക്കുന്നത് ആൾക്കറിയില്ല. ഈ ബിഗ് ബോസ് വരുന്ന എപ്പിസോഡിൽ ഈ മൈക്കേ കൂടെ അവർ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അത് മാത്രം മൂപ്പര് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ അൻസിബയോട് എന്തായാലും മോഹൻലാൽ ഇന്നലെ വളരെയധികം ഒരു ക്വൈറ്റാണ്, എല്ലാവരോടും വളരെ രസകരമായി സംസാരിക്കുന്നു. അതുപോലെ തന്നെ മത്സരാർത്ഥികളോട് ചിരിക്കുന്നു. വളരെ രസകരമായിട്ടാണ് മൂപ്പരെ കാര്യങ്ങളൊക്കെ ഇന്നലെ ബിഹേവ് ചെയ്തത്. എന്നിരുന്നാലും അതിൽ കുറച്ച് ജാസ്മിന് കുറച്ച് മുൻഗണന കൊടുത്ത് വളരെയധികം ജാസ്മിനെ പൊക്കി പറഞ്ഞ് അത് ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറായുള്ള ഹാഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതുപോലെ തന്നെ പല ചോദ്യങ്ങളും ജിൻഡ ചോദിക്കുമ്പോൾ അതിന് മോഹൻലാലിന് ഉത്തരമില്ല. മോഹൻലാലിന് ഉത്തരം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയണം. അതിന് ബിഗ് ബോസിന് ഉത്തരമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ എന്തുണ്ടായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നോറേനെ ജാസ്മിനി മുഖത്തോട് മുഖം കാണാണ്ട് ഒരു കറക്റ്റിട്ട് 2 കസേരയിൽ ഇരുത്തിയിട്ട് അവരൊരു ചർച്ച നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഉപകാരമുള്ള സാധനമാണോ? എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഇവരെ ഈ വർത്താനം കേട്ടപ്പോൾ നമ്മൾ 10 മിനിറ്റായി കൊടുക്കണത്. എന്തിനാ ഈ 10 മിനിറ്റ് വിട്ടാണ് കൊടുക്കുന്നത്? അപ്പോൾ എന്താ കാരണം? ഇവരെ 2 പേരെയും ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ച് ഏൽപ്പിക്കാൻ, നമ്മുടെ ദേഹത്തേക്ക് പ്രേതം കയറാൻ വേണ്ടിയിട്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമായി പറയണത്. അതുപോലെ തന്നെ കാട്ടുതീയായുള്ള നമ്മുടെ സിജോ വന്നിട്ട് അഭിഷേകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് സംസാരിക്കുന്നു? ഒരു കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിൻഡയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണോ? എൻ്റെ പൊന്നു ലാലേട്ടാ, എന്നെ വെറുതെ വിട്. ഈ വക ആൾക്കാരോട്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരോട് എന്ത് പറഞ്ഞിട്ടും ഇവിടെ ഉഡായിപ്പ് മാത്രം കാണിച്ച് ഇവിടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു മത്സരാർത്ഥികളവരൊക്കെ, ഇവരോടൊക്കെ എന്ത് പറയാനാ ഞാൻ? എന്നെ വിട്, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അത് ആഫീസ് കണ്ടാവോ അവിടെ ഈ കാണികളായിട്ട് വന്നുള്ള ആൾക്കാർ. അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ജിൻഡോന് ഭയങ്കരമായിട്ട് വോട്ട് ഭയങ്കര സ്ട്രെങ്ത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി ഇല്ലാണ്ടാക്കണം. അത് ഇല്ലാണ്ടാക്കിയിട്ട് ജാസ്മിൻ്റെ വോട്ട് അതിൻ്റെ മുകളിലേക്ക് ആക്കണം. അതിനുള്ള കളികളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോണത്. ഇന്നലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ഈ അൻസിബേനെ പുറത്താക്കിയത് അൻസിബ ചെയ്ത ഒരു തെറ്റിൻ്റെ അതിൻ്റെ ശിക്ഷ അൻസിബ അനുഭവിക്കുക ചെയ്തത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോറയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചിട്ട് ആര് പുറത്തു പോകണം, ആര് എവിഷനിൽ ചെല്ലണം എന്നവർക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അൻസിബയ്ക്ക് ഉണ്ടായിട്ട് 9 പ്രാവശ്യം നോമിനേഷനിൽ വന്ന അൻസിബ വീണ്ടും ഒരു അക്ഷരം പോലും നോറോട് സംസാരിക്കാണ്ട് ഞാൻ പോയിക്കോളാം നോമിനേഷനിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് അൻസിബ ചെയ്ത ഒരു വലിയ തെറ്റാണ്.
എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ട് പേരും നോമിനേഷനിൽ പോട്ടെ, എനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, നോറയും വിട്ടുകൊടുക്കില്ല. അപ്പോൾ രണ്ട് പേരും നോമിനേഷനിൽ പോകും. ആ രണ്ട് പേരും നോമിനേഷനിൽ പോയിങ്ങ ഇന്നിപ്പോൾ ഈ ബിഗ് ബോസ് കളിച്ച കള്ളക്കളി ബിഗ് ബോസിൽ കളിക്കാൻ പറ്റില്ലായിരുന്നു. നോറേനെ പുറത്താക്കേണ്ട വന്നേനെ. നമ്മളൊരു കാരണവശാലും വോട്ടിനെ നമ്മൾ ചോദ്യം ചെയ്യില്ല. പ്രേക്ഷകർ ചെയ്യുന്ന വോട്ട് അത് സത്യസന്ധമാണ്, അതിലൊരു കളവും ചെയ്യാൻ പറ്റില്ല. ഏഷ്യാനെറ്റിനും എൻ്റെ മോശനും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ കളിക്കുന്ന എല്ലാ ഭാഷകളിലുള്ള എല്ലാ വോട്ടിങ്ങും ആ പോളിങ്ങും എടുക്കുന്നത് ഒരു ഏജൻസിയാണ്. ആ ഏജൻസി കൃത്യമായിട്ട് ആ ഏജൻസി എടുത്ത് അതെല്ലാം വളരെയധികം റെക്കോർഡറാണ്. ആ റെക്കോർഡറാണ് ഇവർക്ക് കൈമാറുന്നത്. ആ റെക്കോർഡറിൽ നിന്ന് ഇവർക്ക് യാതൊരു തിരിമറിയും ചെയ്യാൻ പറ്റില്ല. നാളെ നമ്മളത് നമ്മുടെ വോട്ടിൻ നില നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റെക്കോർഡർ നമുക്ക് തരണം. വളരെ വട്ടത്തിലുള്ള ഒരു കേരളത്തിൽ ഇത്രയും ഓഡിയൻസ് കുറവുള്ള സ്ഥലത്ത് ഒരു കൃത്രിമം കാണിക്കാനായിട്ട് എൻ്റെ മോൻ തയ്യാറാവില്ല. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടായാലും ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി തയ്യാറാവില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത് സത്യസന്ധമാണ്. അത് നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന വോട്ടാണ്. അതിൽ നമ്മൾ ഒരാളും അതിൽ കൃത്യമുണ്ടെന്ന് പറയില്ല. പക്ഷേ ഇപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ആഴ്ച രണ്ടാളെ വിടുന്നിടത്ത് അവർ ഒരാളെ വിടും, ഒരാളെ സേവ് ചെയ്യും. അതിനവർക്ക് പറ്റും. അല്ലെങ്കിൽ അവർ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കള്ളക്കളികളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം അൻസിബയിലും വോട്ട് കുറവാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ആ വോട്ട് കുറവ് വെച്ച് നോക്കുമ്പോൾ എന്താണ് ആ വോട്ട് കുറയാനായിട്ട് കാരണം? അതിൽ നിന്ന് നമ്മുടെ ശ്രീധുവിനെ രക്ഷപ്പെടുത്തി അൻസിബയെ പുറത്താക്കി. അതിൽ ബിഗ് ബോസിന് വലിയൊരു കൈയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് വോട്ടുകൾ അതിൽ കയറ്റാം. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ മെഷീനിലേക്ക് നമ്മൾ വോട്ട് ചെയ്യുന്ന പോലെ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ഫേക്ക് വോട്ടുകൾ ഒരുപാട് കുത്തി നിറയ്ക്കാം. അതിന് ഞാനൊരു ഉദാഹരണം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ നടത്തണമെങ്കിൽ, പൈസ കിട്ടുക തുടങ്ങണമെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബറും വേണം, 4000 വാച്ച് അവറും വേണം. 4000 മണിക്കൂർ നമ്മുടെ വീഡിയോ ഒരാൾ കാണണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്തു കൊടുക്കുന്ന പല ഏജൻസികളും ഇന്ന് കേരളത്തിലുണ്ട്, പല വ്യക്തികളും ഉണ്ട്. അവർക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. നമ്മുടെ ചാനലിലെ പാസ്വേഡും പറഞ്ഞു കൊടുക്കുക, അവർക്ക് നമ്മൾക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാലത്ത് നമ്മൾ ഈ ചാനൽ അവിടെ ഏൽപ്പിച്ചാൽ വൈകുന്നേരം നമ്മൾക്ക് മോണിറ്റേഷൻ ചെയ്തിട്ട് തരും. 4000 മണിക്കൂർ വാച്ചിനവർ തരും അവർ. അതെങ്ങനെ? അവർ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കണതാണ്. അവരതിൽ കയറി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവർ ഗൂഗിളിൽ കയറി അതിൻ്റെ വാച്ചിനവറും അതിൻ്റെ 1000 സബ്സ്ക്രൈബറും ഉണ്ടാക്കി നമ്മൾക്ക് തന്ന് അവർ 4000 രൂപ അവർ ഫീസ് അത് ഒരു മേടിക്കുന്നു. അപ്പോൾ ഇത്രയും കൃത്രിമം ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ പല ആൾക്കാരും മോണിറ്റേഷൻ ചെയ്യുന്നത്. അത് നേരെ ചുവ വരുന്ന മോണിറ്റേഷൻ ഒന്നല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഫേക്കായിട്ട് വോട്ട് കയറ്റാനായിട്ട് ബിഗ് ബോസിന് കഴിയും. ആ ഫേക്കായിട്ട് വോട്ട് കയറ്റിയിട്ടാണ് ഇപ്പോൾ അൻസിബയെ പുറത്താക്കിയതും ശ്രീധുവിനെ സേവ് ചെയ്തതും. എന്നിട്ട് പുറത്ത് പറയണെന്താ, ഈ ശ്രീധുവിന് ഗംഭീര ഫാൻ മെയിലാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ജയലളിതയല്ലേ അവിടെ നിന്ന് വോട്ട് ഒഴുകാനായിട്ട് അവർ മലയാളം ബിഗ് ബോസ് അവിടുത്തെ ആൾക്കാർ കാണുന്ന പോലും ഇല്ല. ഈ കോഴിക്കാലും വെച്ച് നടക്കുന്ന ശ്രീധുവിനെ അവരെവിടെ നിന്ന് അറിയാനാ? ഇവിടെ ഈ ഏഷ്യാനെറ്റിന് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തമിഴത്തിനെ ഇതിൻ്റെ ഉള്ളിൽ വിട്ടോങ്ങണത്. അപ്പോൾ ഇവൾക്കുള്ള ജനപിന്തുണ എന്താണെന്ന് നമുക്കറിയാലോ. കേരളത്തിൽ വല്ല സീരിയൽ കാണുന്ന ആൾക്കാരാണ് ഇവിടെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീരിയൽ കാണുന്നത് മുഴുവൻ മന്ദബുദ്ധികളായ സ്ത്രീകളാണ്. ഇവള് സീരിയലിൽ ലോക വില്ലത്തിയ. ഇവൾക്കൊരു വോട്ട് പോലും ഇവളുടെ സീരിയൽ കാണുന്നവർ ഇവൾക്ക് ചെയ്യില്ല. പിന്നെ സകല യൂട്യൂബിലെ പോളിങ്ങിലും നമ്മുടെ ഫേസ്ബുക്കിലെ പോളിങ്ങിലും എല്ലാ പോളിങ്ങിലും അൻസിബയ്ക്ക് നല്ല വോട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ അൻസിബ ഇന്നലെ ഔട്ടായി? അൻസിബ ഔട്ടായിട്ടുണ്ടെങ്കിൽ അത് ഫേക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് വോട്ട് കയറ്റിയിട്ട് അവളെ പുറത്താക്കിയതാണ്. മോഹൻലാൽ ഇന്നലെ നല്ല രീതിയിൽ തന്നെയാണ് അൻസിബയോട് സംസാരിച്ചത്. അൻസിബയ്ക്ക് പറയാളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ അടുത്ത് വന്നു. അവർ ഇനി ഒരു ദൃശ്യം 3-ാം സീസൺ എടുക്കണമെങ്കിൽ 3-ാം ഭാഗം എടുക്കണമെങ്കിൽ വീണ്ടും മകളായിട്ട് അഭിനയിക്കേണ്ട ആളാണ് അൻസിബ. അപ്പോൾ ആ ഒരു സ്നേഹം മോഹൻലാൽ എന്തായാലും ഉണ്ടാവല്ലോ. എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു, അതെ ശരി നമുക്ക് പിന്നാലിൽ കാണാട്ടാ എന്ന് പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് ഇനി പറഞ്ഞയച്ചത്.
ഈ ബിഗ് ബോസ് ചെയ്യുന്ന ഈ വക ഉടായ്പും കാര്യങ്ങളൊന്നും മോഹൻലാൽ അന്വേഷിക്കേണ്ട കാര്യമില്ല, മൂപ്പരാലൊന്നും കൈ കടത്തൂല്ല. മൂപ്പര് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കൂല. അതൊക്കെ മൂപ്പര് അതങ്ങനെ ഒരു വ്യക്തിത്വമാണ് ആളുടെ. അപ്പം അതുകൊണ്ട് പൈസ കിട്ടുക, ആളുടെ വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എത്രമാത്രം മൂപ്പരിൽ ചിന്തിക്കുന്നുള്ളോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ വയറ്റിൽ പറക്കണ്ട പെങ്ങളും അനിയനാവാനെന്നുള്ളത് തെളിയിച്ച എപ്പിസോഡാണ്. ഇത്രയും സീസണിലുണ്ടായിട്ട് ഇത്രയും ഒരു ആത്മാർത്ഥമായുള്ള സ്നേഹം ചേട്ടൻ അനിയനും ചേച്ചിയും അനിയനും തമ്മിലുള്ള ഒരു സ്നേഹം പോലെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ച ഒരു എപ്പിസോഡായിരുന്നത്. ഇവരെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, അത് വേറെ കാര്യം. പക്ഷേ അവർക്ക് ആ 2 പേർക്കും സയാമീസ് ഇരട്ടകളാണ് അവർ. ആ സയാമീസ് ഇരട്ടകളെ 2 വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ പ്രേക്ഷകരും കൂടിയിട്ട് ഒരുപാട് നല്ല വിഷമിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവർ 2 പേരും നല്ല വ്യക്തികളാണ്. ഇവർ 2 പേരും ഒരു വൃത്തികേട് പറയാനോ, ഒരാളെ മെക്കെട്ട് കയറാനോ, ഒരാളെ ടാറടിച്ച് കാണിക്കാനോ. ഇവളിപ്പോൾ നമ്മുടെ ആൻസിഫാനെ കുറിച്ചിട്ട് വലിയ മോശമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല. പിന്നെ കുറേ കമൻറ്റുകൾ വരുന്നത് മാത്രമേ ഉള്ളൂ, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ വളരെയധികം ജെന്യുവനായിട്ട് കളിച്ച മോഹൻലാലിൻ്റെ അടുത്ത് വന്നൊന്നും പറഞ്ഞാണ് ഞാൻ ജെന്യുവനായിട്ടാണ് കളിച്ചത്, ഞാനായിട്ട് തന്നെ അവിടെ നിന്നത്. അപ്പോൾ അങ്ങനെ അത്രയും നല്ലൊരു മത്സരാർത്ഥി ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കാത്ത പലരും പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൻസിബ പോകുന്ന ഒരു പ്രേക്ഷകനും വിചാരിച്ചിട്ടില്ല. വോട്ടിംഗ് പാറ്റേണും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട്. പക്ഷേ പുറത്തായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനി പല കളികളും നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ജിൻഡോൻ്റെ അമ്മയായിട്ട് ഒരു ചാനലിലെ നമ്മുടെ മൂപ്പൻ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ മൂപ്പൻ സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞ അമ്മ പറഞ്ഞ എന്താ, അവന് ഞങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ടാണ് കുറേ ബി കോംപ്ലക്സിൻ്റെ കുളികൾ മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത്, ഒരു 10-100 ബി കോംപ്ലക്സിൻ്റെ ഗുളികയ്ക്ക് ഒരു ഗുളികയ്ക്ക് 2 രൂപ വില വരുള്ളൂ. ഇത്രയും ഗുളികൾ മേടിച്ചു കൊടുക്കാനായിട്ട് വീട്ടുകാർ വേണ്ടി വന്ന കോടികൾ ചെലവ് ചെയ്ത് നടത്തുന്ന ഒരു ഷോയിൽ അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് ആവശ്യമില്ലാത്ത ഗുളികൾ കൊടുക്കണം. അത് ജിൻഡോ പലപ്പോഴും കഴിക്കാറില്ല. അത് ബിഗ് ബോസ് നോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ജിൻഡോ നീ ഗുളിക കഴിക്കാത്തേ എന്ന് ഇന്നലെ ലാലേട്ടൻ ചോദിച്ചല്ലോ. ലാലേട്ടൻ്റെ ഇതൊന്നും അറിയില്ല. ലാലേട്ടൻ്റെ മൈക്കോടെ ബിഗ് ബോസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പര് മൈക്കോടെ കേട്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ജിൻഡോയ്ക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഗുളികകൾ അവിടെ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്. ആ ഗുളികൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ജിൻഡോ പല കളികളിലും പല കാര്യങ്ങളും വളരെയധികം 50% മൂപ്പരെ ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അമ്മ പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊന്നും അല്ല, അവന് ഒരുപാട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടോ ജിൻഡോൻ്റെ ഒരു ടാസ്ക് കളിക്കുമ്പോൾ ഇവിടെ മുതുകത്ത് വലിയൊരു പൊട്ടലുണ്ടായി, അതിന് മരുന്ന് വെക്കുന്നുണ്ട്, അതിന് ആൻറ്റിബയോട്ടിക്സ് ഗുളിക കഴിക്കുന്നുണ്ട്, അത് ഉണങ്ങാനായിട്ട്. അതൊന്നും നമ്മളെ കാണിച്ചില്ല. അതേ സ്ഥാനത്ത് നന്ദന ഒരു 2 അടുപ്പിൽ ഉപ്പൂതി നമ്മൾ പണ്ട് കളിക്കും, ഒരു 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 ഇല ഇവിടെ നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേ മണ്ണിട്ടിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ഊതി 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 ആ ഇലേനെ കാണുന്നത്. അതേപോലെ ഒരു ഉപ്പൂതി കണ്ടപ്പോൾ അവൾ തല ചുറ്റി വീണു. അപ്പോൾ എന്തൊക്കെ സർക്കസാ ബിഗ് ബോസ് കാണിച്ച് ആൾക്കാരെടുത്ത് കൊണ്ടുപോകണ്, അവിടെ കൊണ്ടുവയ്ക്കണ്, വായു കിട്ടണ്. അത് കഴിഞ്ഞ് ഇന്നലെ വന്ന് ലാലേട്ടൻ ചോദിക്കുന്നു, നന്ദന നിൻ്റെ ശരീരമൊക്കെ ശരിയായ, നിനക്ക് വായുവൊക്കെ കിട്ടിയ, നിനക്ക് ഓക്സിജനൊക്കെ കിട്ടിയ. ലാലേട്ടൻ അത് പെട്ടെന്ന് ഞാനങ്ങോട്ട് തളർന്ന് വീണതാണ്. ഞാൻ ഇതൊന്നും ഊതലൊന്നും പതിവില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവള് വേറെ ഊതാറില്ല അടുപ്പിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ നാടകങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും. ജിൻഡോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ജിൻഡോ എന്തെങ്കിലും ഒരു മെഡിക്കൽ റൂമിലേക്ക് പോയാലും ബിഗ് ബോസിനോടൊന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്താലും അതൊന്നും നമ്മൾ കാണില്ല, അതൊന്നും നമ്മളെ കാണിക്കില്ല. നോറ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ബിഗ് ബോസേ എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കൂ, ആ നിമിഷം വിളിച്ചിട്ട് കണ്ണീരൊപ്പി കൊടുക്കും, നീ പോയി കളിക്ക്, നീ ചെയ്യ്, നിന്നെ പോലെ ചെയ്യ് എന്ന് പറഞ്ഞ് കൊടുക്കും. എങ്ങനെ നോറ ഇതിൻ്റെ ഉള്ളിൽ വന്നു? മുമ്പന്നെ ആ നോറ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ശബ്ദം ഒരു കാരണവശാലും ഒരു മലയാളി പോലും ഏറ്റെടുക്കില്ല. അത്ര പൊട്ട ശബ്ദം. ഒരു മൈക്ക് കൂടെ ഉള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അത്രയധികം അരോചകത തോന്നുന്നത്. എന്നിട്ട് ആ ശബ്ദം വെച്ചിട്ടാണ് ഉള്ള ശബ്ദത്തിലങ്ങോട്ട് പുറത്ത് ചാടിയിട്ട് ഇത്രയും ശബ്ദം തന്നെ കണ്ടിട്ട് ഇവൾ എങ്ങനെ ഈ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തു? എത്രയോ കഴിവുള്ള മത്സരാർത്ഥികൾ പുറത്ത് അവരെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടല്ലേ ഈ നോറ പോലത്തെ സാധനങ്ങൾ കയറിയത്. അതേപോലെ തന്നെ ഞാൻ പറയട്ടെ,
ഇവിടെ പല മത്സരാർത്ഥികൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അതേ സായി എന്ന് പറഞ്ഞ ഡിക്റ്റേറ്റീവ് എന്ത് ക്വാളിറ്റീൻ്റെ ആയിട്ടാണ് അയാൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി പോകുന്നത്, എന്ത് ക്വാളിറ്റീൻ്റെ ആയിട്ടാണ് അയാൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി നോക്കുന്നത്. ഈ സിജോ, കാട്ടുതീ സിജോ, അവൻ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ ഒരു അടി മേടിക്കാൻ മാത്രമാണ് വന്നത്. അവൻ്റെ വായിൽ നിന്നും വരണത് മുഴുവൻ അവൻ ഒരു വൃത്തികെട്ട വർത്തമാനങ്ങൾ അവന് പറയണത്. ആരെങ്കിലും എന്തെങ്കിലും നന്നായി കളിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ പാര വയ്ക്കാനായിട്ട് എന്തെങ്കിലും നിൽക്കും. അതുപോലെ തന്നെ കൂട്ടായിട്ട് കളിച്ചിട്ട് അവരെ കൂട്ടുകൃഷിയായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ നിൽക്കും. ഈ ബിഗ് ബോസിൽ വരാനുള്ള യാതൊരു ക്വാളിറ്റിയും ഈ സിജോയ്ക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും ഈ ശ്രീകുവിനെടുത്താൽ എന്താ, ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ കളിച്ചു, ഏഷ്യാനെറ്റ് എല്ലാ സീസണിലും അവരെ സീരിയലിലുള്ള 1, 2, 3 ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റും, അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മലയാളം പോലും വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയാത്ത മലയാളികളുടെ ഷോയിൽ അവൾ വല്ല തമിഴ് ബിഗ് ബോസിൽ പോട്ടെ, എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് ഇപ്പോൾ നല്ലൊരു മത്സരാർത്ഥിയെ ഇവള് കാരണം പുറത്ത് കൊണ്ടു വന്നു. ഇവളെ സേവ് ചെയ്യുക ചെയ്തത് ആർക്ക് വേണ്ടിയിട്ട്? അർജുന് വേണ്ടിയിട്ട്. അവളുടെ വിചാരം ഇവിടെ എല്ലാ കളികളും കളിക്കുന്നത് കപ്പ് കിട്ടാനായിട്ട് എല്ലാ ഈ ക്വാളിറ്റി ഉള്ളത് ഇവിടെ അർജുനാണെന്നാണ്. അത് അവൾ ഓപ്പണായിട്ട് ഇന്നലെ പല പ്രാവശ്യം പല സംഭവങ്ങളിലും ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ബിഗ് ബോസ് ഷോ കണ്ടതിൽ വെച്ച് നമുക്ക് ഇന്നലെ ഒരുപാട് വിഷമിച്ച ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ. എല്ലാം കൊണ്ടും നമ്മുടെ ബിഗ് ബോസ് ഷോ നമുക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ ഷോ കാണുന്നവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ. അൻസിബയുടെ വേർപാട്, അൻസിബ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു നൊമ്പരം, അതേപോലെ തന്നെ ഈ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡും ഇല്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, വൃത്തികെട്ട കളികൾ കളിക്കുന്ന, വൃത്തികെട്ട ഷോ, അവളെ വൃത്തികെട്ട അരങ്ങേറി കളിക്കുന്ന, അവളുടെ കാമക്കടുവയായിട്ട് ഇവിടെ കിടന്ന് നടന്നിട്ടുള്ള രാസലീലകളെല്ലാം കണ്ടിട്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു ഷോയിൽ ഇതുപോലെ ഫേവർ ചെയ്തിട്ട് അവൾ ഇന്നലെ ഒരു ഗെയിമിൽ ജയിച്ചത് നമുക്ക് ഒരുപാട് നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്നു. നമ്മുടെ അൻസിബ പോയിൽ ഒരുപാട് സങ്കടപ്പെടുന്നു. ഈ 2 സങ്കടം നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നത്തെ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജിൻഡോനെ ഒരുപാട് കളിയാക്കുന്നു. ജിൻഡോനെ ഇന്നലെയും അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജിൻഡോനെ ടാറടിച്ച് കാണിക്കാൻ നോക്കി. ജിൻഡോ ഇവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല. ജിൻഡോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ വന്ന ആളാണെന്ന്, മറ്റുള്ളവർ മുഴുവൻ ജിൻഡോനെ വളരെയധികം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ജിൻഡോ അവിടെ ചെയ്യുന്ന പണികൾ, എല്ലാ പണിയിലും ആക്റ്റീവാണ്. ഇനി പഠിക്കണോ, ഓരണോ, ബാത്റൂം കയറണോ, ഭക്ഷണം വയ്ക്കണോ, എന്തിനും ഒരു നടുനിവർത്താണ്ട് പണിയെടുക്കുന്ന 2 ആൾക്കാരെ കണ്ടുവന്ന അൻസിബയും ജിൻഡോ ആണ്. അത്രയധികം വർക്കാണ് ചെയ്യുന്നത്. ഇത്രയധികം ആൾക്കാർക്ക് വെച്ച് വിളമ്പി അവർക്കൊക്കെ ഊട്ടി അവരൊക്കെ സന്തോഷിപ്പിച്ച ആളാണ് ഈ അൻസിബ. എന്നിട്ട് അവളെ പോലും തള്ളി പറയാനായിട്ട്, അവളെ പോലും ടാറടിച്ച് കാണിച്ചിട്ട് അവളെ എന്തെല്ലാം പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് അവളെ മനസ്സ് അത്രയധികം വേദനിപ്പിച്ചിട്ടാണ് ഈ ജാസ്മിൻ അവളെ പുറത്തു വിട്ടത്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ജിൻഡോനെ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ ആ നിലയ്ക്കുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് ഇന്നലെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ എന്തും പറയാം, എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൾക്ക് ആരും മുഖം നോക്കണ്ട. മറ്റുള്ളവർ പേടിച്ച് പറയണത് ഇവൾ പേടിക്കാണ്ട് പറയും. ഇവൾക്ക് അവൻ്റെ ഉള്ളിൽ ആരും ഭയമില്ല എന്നാണ് പറയണത്. ബിഗ് ബോസിന് ഇവൾക്ക് പേടിയില്ല, അതിൻ്റെ ഉള്ളിൽ ആരും പേടിയില്ല. ഇവളിങ്ങനെ പേടിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും സീസണുകൾ കണ്ടതാ ബിഗ് ബോസ്. ഇതിനേക്കാളും തീപ്പൊരികൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവളെപ്പോലെ നമ്മൾ ഒരു മത്സരാർത്ഥിനെ ഇത്രയും സ്റ്റാൻഡില്ലാത്ത, ഇത്രയും വൃത്തികെട്ട കളി കളിക്കുന്ന, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, നമ്മുടെ അഭിഷേക് പറയുന്ന പോലെ അങ്ങനെ ഒരു മത്സരാർത്ഥി ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി അവളുടെ കയ്യിലേക്ക് കപ്പും കൂടി വെച്ച് കൊടുത്താൽ എല്ലാം പൂർണ്ണമായി. ഇനിയിപ്പോൾ ബിഗ് ബോസ് അതിന് വേണ്ടിയുള്ള കളികളാണ് ഈ കളിക്കുന്നത്. പക്ഷേ വോട്ടിംഗ് ലൈനിൽ ഇപ്പോൾ ജാസ്മിൻ സെക്കൻഡിനെ നിൽക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ കഴിഞ്ഞ ഇതിൽ അവൾ തേടിയെന്നും 3-ൽ നിന്നൊക്കെ 3-ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, അൻസിബയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ നിങ്ങളത് പാഴാക്കാണ്ട് നിങ്ങൾ ജിൻഡോയ്ക്ക് ചെയ്യുക.
അത് ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് അതിൽ ഈ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, മാനസിക വിഭ്രാന്തി വേറെയുണ്ട്. അവരെന്തൊക്കെയോ കൊടുക്കുന്ന പല മെഡിസിൻസുകളും അവിടെ ഉണ്ട്. അതൊക്കെ പല ആൾക്കാർക്കും അവർക്ക് അവരുടേതായ രീതി പോലെ അവരിതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജിൻഡോൻ്റെ പകുതി കളി 50% കളി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, മാക്സിമം എനർജി ഉണ്ടാക്കാനായിട്ട് നമ്മളിനി പുറത്തു നിന്ന് അൻസിബയുടെ വോട്ടുകൾ മുഴുവൻ നമ്മൾക്ക് ജിൻഡോയ്ക്ക് കൊടുക്കാം. ഒരു കാരണവശാലും ജാസ്മിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, അവരെത്ര ആർമി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഫേക്ക് വോട്ട് കയറിയാലും അതിൻ്റെ മുകളിൽ ജിൻഡയുടെ വോട്ട് നിൽക്കണം. അതിന് നമ്മൾ ഇന്ന് മുതൽ പ്രയത്നിക്കുക. ഇതാണ് നമുക്ക് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനത്തെ നോമിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടാളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് പെട്ടിയെടുത്ത് പോവാം. പിന്നെ വരാൻ പോണത് ഫിനാലയിലേക്ക് 6 പേരായിട്ടാവും ഫിനാലയിലേക്ക് പോവാം. അപ്പോൾ നമുക്കെല്ലാം ഇനി കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ നീണ്ടുപോയി ക്ഷമിക്കുക. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജാസ്മിനെ കുറിച്ചും അവിടെ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ രക്തം തിളച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾക്കൊക്കെ അവിടെ ഒന്ന് സംസാരിക്കാമെന്ന് മാത്രമല്ല, വേറെ ഒരു കാര്യമില്ല. അപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ്. അനി നാളെ വരുള്ളൂ, നമ്മളൊരു എപ്പിസോഡ് ഇടണല്ലോ. അപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് 12:30-ക്കുള്ളിൽ ആ എപ്പിസോഡ് നമ്മൾ ഇടും. അപ്പോൾ ലൈക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ വലിയ സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടാൽ അത് നമുക്ക് വായിച്ചിരിക്കാമല്ലോ. അതിനുള്ള എല്ലാ കമൻറ്റുകളും ഞാൻ നോക്കാറുണ്ട്, എല്ലാവരും മറുപടിയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊന്നും മറക്കണ്ട. നമ്മുടെ സുഹൃത്ത് പ്രിൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഇട്ട എപ്പിസോഡിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കയറി നിങ്ങൾ വായിക്കണം. അത് വായിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഇട്ടുനോക്കണത് അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യമായിരിക്കും, അദ്ദേഹം ചിലപ്പോൾ കണ്ട കാര്യമായിരിക്കും. ആ കണ്ട കാര്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ആ കമൻറ്റ് നിങ്ങളൊന്ന് വായിക്കും. ആ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഞാൻ ഞെട്ടണതിന് മുമ്പ് ഞാൻ വീഡിയോ നിർത്തട്ടെ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, എന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് എന്നെ കമൻ്റ് ഇട്ടുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് സന്തോഷം. പിന്നെ ബിഗ് ബോസ് ഇനി കൂടി വന്ന ഒരു കുറച്ച് ദിവസങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് സിനിമാ ലോകത്തേക്ക് കിടക്കാം. ഓക്കെ, അതുവരെ നമുക്ക് നാളെ കാണാം. അതുവരെ നിങ്ങളെല്ലാവർക്കും നമസ്കാരം. ബൈ.